ഇവിടുത്തെ മന്ത്രി കോടതിയെ വെല്ലുവിളിക്കുന്നതിന് തുല്യമായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം കോടതി പോലും ഈ കേസ് വന്നതിന് ശേഷവും കേസ് നടക്കുമ്പോഴും പോലീസ് കേസ് എടുത്തതിന് ശേഷവും നടക്കുമ്പോഴും അതിന് ബെയിൽ കിട്ടിയതിന് ശേഷവും എനിക്ക് വരുന്ന ഇനോഗ്രേഷൻസിന്റെയോ അല്ലെങ്കിൽ പ്രൊമോഷൻസിന്റെയോ അല്ലെങ്കിൽ ഫംഗ്ഷൻസിന്റെ എണ്ണത്തിന് കുറവ് വന്നിട്ടില്ല. ഒരുപക്ഷെ കൂടിയിട്ടുണ്ടെന്ന് വേണം പറയാനായിട്ട്. ഞാൻ ഈ കേസ് വരുന്ന സമയത്ത് 16-ാം തീയതി എൻ്റെ അറിവിലാണെങ്കിൽ ഏപ്രിൽ 16-ാം തീയതി മുതൽ ഞാൻ UAE-ലാണ്. അപ്പോൾ 22-ാം തീയതി 23-ാം തീയതിയാണ് ഈ കേസ് വരുന്നത്. അപ്പോൾ അതിനുശേഷം ഞാൻ തിരിച്ച് വരുന്നു. അപ്പോൾ UAE-ൽ കുറച്ച് പ്രോഗ്രാമായിട്ടാണ് പോയത്. അതിനുശേഷം തിരിച്ച് വരുന്നു. വന്നതിൻ്റെ അന്ന് മുതൽ ഈ പറയുന്ന ആ ദിവസം വരെ എല്ലാ ദിവസവും എനിക്ക് ഇനോഗ്രേഷൻസും പ്രോഗ്രാം. അപ്പോൾ നമ്മളെ ആൾക്കാരെ വിളിക്കുന്നു. എന്നെ വിളിച്ചത് സ്കൂളിൻ്റെ ബിഹാഫിൽ JC ആണ് വിളിക്കുന്നത്. ഇങ്ങനൊരു ഫംഗ്ഷൻ ഉണ്ട്, പ്രവേശനോത്സവമാണ്. എനിക്ക് അന്ന് തന്നെ വേറെ 3 പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ അതും കഴിഞ്ഞ് കുറച്ച് ലേറ്റ് ആയിട്ടാണ് എത്തിയത്. അങ്ങനെയാണ് ഈ ഫംഗ്ഷനിൽ ഞാൻ പങ്കെടുക്കുന്നത്. നമ്മളെ വിളിക്കുമ്പോൾ നമ്മളെ പേരിലൊരു വ്യാജ പരാതി കൊടുത്തു, വ്യാജ കേസ് എടുത്തു. കോടതി അതിന് മുൻകൂർ ജാമ്യം. പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു ഗ്രാവിറ്റി ഉള്ള ഒരു കേസിന് കോടതി ബെയിൽ തരണമെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ബെയിൽ തരണമെങ്കിൽ അതിൽ മെറിറ്റ് ഉള്ളതുകൊണ്ട് മാത്രമാണ്. അല്ലാതെ കോടതി എന്ന് പറയുന്നത് നമുക്ക് അറിയാലോ, അത്രയും നമ്മളെല്ലാവരും വിശ്വസിക്കുന്ന ഇന്ത്യൻ ജുഡീഷ്യറി എന്ന് പറയുന്നത് അത്രയും ഡിവൈൻ ആയിട്ടുള്ള ഒരു സാധനമാണ്. നിങ്ങളെപ്പോലെ തന്നെ ഞാനും വിശ്വസിക്കുന്ന ഒരൊറ്റ തത്വത്തിൽ മാത്രമേ ഉള്ളൂ, 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടില്ല. അതെനിക്ക് ഉറച്ച വിശ്വാസമാണ്. അതിൻ്റെ ഒരൊറ്റ ബേസിൽ തന്നെ ഞാൻ എപ്പോഴും പബ്ലിക്കായിട്ട് മീഡിയയുടെ മുമ്പിൽ ഞാൻ ചലഞ്ച് ചെയ്ത് പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, കോടതി ഞാൻ ഗിൽറ്റി ആണെന്ന് പ്രൂവ് ചെയ്യുകയാണെങ്കിൽ ആ മൊമെന്റിൽ ഞാൻ എൻ്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളെല്ലാം ഡിലീറ്റ് ചെയ്ത് ഞാൻ ആ സോഷ്യൽ മീഡിയ ലൈഫ് അവിടെ എൻഡ് ചെയ്യും. അത് അത്രയ്ക്ക് കോൺഫിഡൻസ് ഉണ്ട് എനിക്ക്. ഐ എം ഡാം കോൺഫിഡൻറ്റ് അബൌട്ട് ദാറ്റ്. അത്ര കോൺഫിഡൻസ് ഉള്ളതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഈ അത്രയും കോൺഫിഡൻറ്റ് എനിക്ക് വിധി വരുന്നവരുണ്ട്. കാരണം ആത്യന്തികമായി വന്ന വിധി വളരെ പോസിറ്റീവാണ്. കാരണം കോടതി ആ ബെയിൽ ഓർഡറിൽ വ്യക്തമായി പറയുന്നുണ്ട് ഫോൾസ്ലി ഡ്രാഗ്ഡ് ഇൻ എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഒരു ഗ്രൗണ്ടിലാണ്, ആ ഗ്രൗണ്ടിലാണ് എനിക്ക് ബെയിൽ തരുന്നത്. കാരണം പബ്ലിക്കായിട്ട് നടക്കുന്ന ഒരു ഷൂട്ട്, ഒരു റിസോർട്ടിൽ 10-25 മോഡൽസിനോടൊപ്പം നടക്കുന്ന ഒരു ഷൂട്ട്, ഒരു അമ്മയുണ്ട്, റിസോർട്ടിന്റെ ആൾക്കാരുണ്ട്. 2.5 മാസം കഴിയുമ്പോൾ ഞാൻ ആ കേസിൽ പ്രതിയാകുന്നു. വളരെ എനിക്ക് ഭയങ്കര അതിശയം തോന്നി. എനിക്ക് സത്യമായിട്ട് ഇത് ഞാൻ തന്നെ എൻ്റെ വാർത്ത ദുബായിൽ ഇരുന്ന് ഞാൻ താമസിക്കുന്ന ഹോട്ടൽ റൂമിൽ നിന്ന് കണ്ടപ്പോൾ ഞെട്ടിപ്പോയി. ഞാൻ പോക്സോ കേസിൽ പ്രതി എങ്ങനെ പ്രതിയാവുന്നു? എൻ്റെ കൂടെ അഭിനയിച്ച ഒരു കുട്ടിക്ക് 15 വയസ്സ് താഴെയാണ്, അല്ല 15 വയസ്സേ ഉള്ളൂ. ആ കുട്ടി സമ്മതമില്ലാതെ ആണ് ഞാൻ ഇത്രയും ദിവസം ആ വീഡിയോ സോഷ്യൽ മീഡിയയിൽ ഇട്ടിരുന്നത്. ആ കുട്ടി കൊളാബ് ചെയ്തിരുന്ന വീഡിയോ കേസ് കൊടുത്തത് 3 ദിവസത്തിന് ശേഷമാണ് കുട്ടി കൊളാബ് റിമൂവ് ചെയ്ത്. എല്ലാത്തിൻ്റെ പ്രൂഫ് കോടതിയിൽ നമ്മൾ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്തരം ഇതൊരു ഗൂഢാലോചനയുടെ ഭാഗമാണ്. കാരണം പ്രത്യേകിച്ച് ഞാൻ ഈ ഇനോഗ്രേഷൻസിൻ്റെയും അല്ലെങ്കിൽ ബ്രാൻഡിങ് ആൻഡ് പ്രൊമോഷൻസിൻ്റെയും പേരിൽ ഒരു വേൾഡ് റെക്കോർഡ് ഇട്ട ഒരാളാണ്. അപ്പം ബേബി മറ്റുള്ള ഇൻഫ്ലുവൻസേഴ്സിന് എന്നോട് പൊതുവെ ഒരു ദേഷ്യമുണ്ട്. പല പോസ്റ്റുകളിലും പല ഇതിലൊക്കെ ഞാൻ ഒരുപാട് ബോഡി ഷേമിംഗ് ആണ് എനിക്ക് മെയിനായിട്ട് കൂടുതൽ കാണുന്നത്. നമ്മളിപ്പോൾ ഏതൊരു വീഡിയോ ഇട്ടാലും തടിയൻ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു സാധനങ്ങളൊക്കെ വെച്ചിട്ട് കുറേ ഒരു ഇതൊക്കെ വരാറുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ വലിയ കെയർ ചെയ്യാറില്ല. കാരണം ബോഡി ഷേമിംഗ് ഞാൻ വലിയ കാര്യമായിട്ട് എടുക്കുന്ന ഒരാളല്ല, ഞാൻ പോസിറ്റീവായിട്ട് എടുക്കുന്ന ആളാണ്. ഈ ബോഡി വെച്ചിട്ടാണ് നമ്മൾ ഇവിടെ വരെയൊക്കെ എത്തിയത്. അപ്പം ഇത് തന്നെ അങ്ങനെ ആയിരിക്കും എന്ന് നമുക്ക് ഉള്ള ഒരാളാണ്. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ കണക്കിലെടുക്കാതെ ഇരുന്നപ്പോഴാണ് ഇത്തരത്തിലുള്ളൊരു സാധനം വരികയും ഈ പെൺകുട്ടിയുടെ മാതാപിതാക്കളെ നിർബന്ധിച്ച് അവരെ കൊണ്ട് കേസ് കൊടുപ്പിക്കുകയൊക്കെ ചെയ്ത്. പക്ഷേ കേസിൽ മെറിറ്റ് ഉണ്ടെന്ന് നമ്മുടെ ബഹുമാനപ്പെട്ട കോടതി, ആ ഒരു കോടതിയിലുണ്ടായ ഒരു വിശ്വാസമാണ് ഇപ്പം ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇരിക്കുന്നതും അല്ലെങ്കിൽ എനിക്കിപ്പോൾ ഇങ്ങനെ സംസാരിക്കും. ആ ഒരു വിശ്വാസം എനിക്ക് അതുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ വഴിവിട്ട് പറയാനും പറ്റില്ല. കാരണം കേസ് നിലവിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് അതിൻ്റെ ഒരുപാട് ഡീറ്റെയിൽസ് എനിക്ക് പറയാൻ പറ്റും. കാരണം ഒരുപാട് തെളിവുകളുണ്ട് നമ്മുടെ ഭാഗത്ത്. ഇതൊരു ഫാബ്രിക്കേറ്റഡ് കേസാണ്, അതൊക്കെ നമ്മളിവിടെ പറയാൻ പാടില്ലാത്ത കാര്യങ്ങളാണ്. അപ്പം പൊതുവേ ഉള്ള എനിക്ക് പറയാൻ പറ്റുന്ന എൻ്റെതായ നിയന്ത്രണങ്ങളിൽ നിന്നുകൊണ്ട് പറയാൻ പറ്റുന്ന കാര്യങ്ങൾ ഞാൻ പറയാം. ഒരു ഫാബ്രിക്കേറ്റഡ് കേസായിരുന്നു. അത് മനസ്സിലാക്കിയത് കൊണ്ടാണ് തീർച്ചയായിട്ടും ഇത്തരത്തിൽ ഗ്രാവിറ്റി ഉള്ള ഒരു കേസിൽ നമുക്ക് ബെയിൽ കിട്ടിയത്. അത് തീർച്ചയായിട്ടും നമ്മളെല്ലാവർക്കും നാളെ നമ്മളിപ്പോൾ ഇവിടെ ഇരിക്കുന്ന ആർക്കെങ്കിലും ഒക്കെ ഒരു പ്രശ്നം ഉണ്ടായാലും ആദ്യം പോകുന്ന ഒരു പരാതിയാണ്. പരാതിയിൽ FIR ലോഡ്ജ് ചെയ്യും, ഉറപ്പാണ്. പ്രത്യേകിച്ച് പോക്സോ കേസാണെങ്കിൽ FIR 100% ലോഡ്ജ് ചെയ്യും. അപ്പോൾ അവിടെ പ്രതിയായി, പിന്നെ വാർത്തയായി കഴിഞ്ഞാൽ പിന്നെ അടുത്ത് നമ്മൾ എയറിലായി. നമ്മൾ അതിനുശേഷം പക്ഷേ എനിക്ക് ബെയിൽ കിട്ടിയപ്പോൾ ആരും വാർത്ത കൊടുത്തില്ല. ആകെ ഈ പ്രധാനമായി ആദ്യം പുറത്തു കൊണ്ടുവന്ന ചാനലിനോട് ഞാൻ വിളിച്ച അതിലൊരു ഉദ്യോഗസ്ഥനോട് അഭ്യർത്ഥിച്ചു, ഈ ഒരു വാർത്ത ഒന്ന് കൊടുക്കാമോ ചേട്ടാന്ന്. ആ ചേട്ടൻ വാർത്ത കൊടുത്തു. സത്യം എനിക്ക് അതിനോട് വളരെയധികം ആദ്യം കൊണ്ടുവന്ന ചാനൽ അവരെ അതിൽ ന്യൂസ് ആങ്കറിനാണ് ഞാൻ വിളിച്ചു. അത് വായിച്ച ന്യൂസ് ആങ്കറാണ്. അപ്പോൾ അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു. അപ്പോൾ അദ്ദേഹം അത് വാർത്ത കൊടുത്തു. പക്ഷെ ഒരു ചെറിയ ഒരു 2 സെക്കൻഡ് വാർത്തയായിട്ട് ചോദിക്കും, മുകേഷ് നായർക്ക് മുൻകൂർ ജാമ്യം, അത്രേ ഉള്ളൂ. ആ കേസിന്റെ ഗ്രൗണ്ട് എന്തായിരുന്നെന്നോ, എന്ത് അടിസ്ഥാനത്തിൽ കോടതി ജാമ്യം കൊടുത്തുവെന്നോ, എന്ത് മെറിറ്റ് ആയിരുന്നെന്നോ അതിൽ പറഞ്ഞില്ല. മേ ബി അവരുടെ സമയക്കുറവുകൊണ്ടായിരിക്കാം. പക്ഷേ ഇത്തരം കേസുകളിൽ കോടതി ഒരാളെ അല്ലെങ്കിൽ പോലീസ് കേസ് എടുക്കുമ്പോൾ
കോടതി ബെയിൽ കൊടുക്കുമ്പോൾ അതിൽ കോടതി പറയുന്ന ഫൈൻഡിങ്സ് ഒക്കെ പറയുന്നത് അത് നിങ്ങൾ വാർത്തയാക്കണം. അല്ലാതെ നാളെ ഈ ക്യാമറയ്ക്ക് പിന്നിലിരിക്കുന്നതോ അല്ലെങ്കിൽ മൈക്കും പിടിച്ചിരിക്കുന്നതോ നിങ്ങൾക്കെതിരെയും വരാൻ ഒരു ആരോപണം. ആ സമയത്തും ഈ ഒരു ഇന്റൻസിറ്റി നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. കാരണം ഞാൻ പ്രതീക്ഷിക്കുന്നില്ല, ഇന്നേ വരെ ഞാനൊരു 100+ മോഡൽസുമായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ആരും എനിക്കെതിരെ പരാതി വന്നിട്ടില്ല. ഈ പരാതി വരുന്നത് ഒരു ഇൻഫ്ലുവൻസറാണ് ആദ്യമായിട്ട് ഒരു പരാതിയായിട്ട് മുന്നോട്ട് വരുന്നത്. അതിനുശേഷമാണ് ഒരാഴ്ച അത് സോഷ്യൽ മീഡിയ കിടന്ന് ഓടി അതിനുശേഷമാണ് ഇതൊരു പെൺകുട്ടിയുടെ പാരൻസിനെ കൊണ്ട് പരാതി പഠിപ്പിക്കുന്നത്. അപ്പം ഇതൊരു ഫേക്ക് കേസാണെന്ന് കൊച്ചുകുട്ടികൾക്ക് അറിയാവുന്ന കാര്യമാണ്. പക്ഷെ വീണ്ടും ഇതുപോലൊരു പരിപാടിയിൽ എന്നെ ഇൻവൈറ്റ് ചെയ്തു, ഞാൻ പോയി പങ്കെടുക്കുന്നു. അവിടെ വെച്ചിട്ട് അത് വലിയ വിവാദമാണ്. അതും ഈ ചാനലുകളിൽ വിളിച്ച് ഒരു കൂട്ടം ഇൻഫ്ലുവൻസേഴ്സാണ് പ്രോബ്ലം ഉണ്ടാക്കിയെന്നാണ് എനിക്ക് ചാനലുകളിൽ നിന്ന് അറിയാൻ പറ്റും. അവർ പറഞ്ഞത് അങ്ങനെയാണ്. അപ്പം നിങ്ങൾ കണ്ടില്ലേ, പോക്സോ കേസിൽ പ്രതി സ്കൂളിൽ മുഖ്യാതിഥിയായി വരുന്നു, സമ്മാനങ്ങൾ കൊടുക്കുന്നു, കുട്ടികളുമായി സെൽഫി എടുക്കുന്നു, കുട്ടികൾ അയാളുമായിട്ട് സെൽഫി എടുക്കുന്നു. ഇതൊക്കെ തെറ്റല്ലേ, നിങ്ങൾ എന്ത് വാർത്ത കൊടുക്കുന്നില്ല എന്ന് ചാനലുകളിൽ എല്ലാ ചാനലുകളിലും പ്രമുഖമായ എല്ലാ ചാനലുകളിലും കോള് പോകുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ അവർ വാർത്ത കൊടുത്തു. മന്ത്രിയെയും സ്കൂൾ അധികൃതരെയും വിളിച്ച് വിശദീകരണം തേടി. അങ്ങനെ ഉണ്ടായ ഒരു സംഭവമാണ്. നമ്മളെ ഉദ്ഘാടനത്തിന് വിളിച്ചാൽ നമുക്ക് പോകാതിരിക്കാൻ പറ്റും. നമ്മളൊക്കെ എന്തെങ്കിലും ഒരു ഇതുണ്ടെന്ന് തോന്നുന്നുകൊണ്ടാണ്. വേറെ എത്രയോ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അവർ എന്നെ വിളിക്കുന്നതുകൊണ്ടാണ് ഞാൻ പോകുന്നത്. അല്ലാതെ എല്ലാവരെയും വിളിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഇപ്പം എന്നെ മാത്രം അല്ലെങ്കിൽ പ്രൊമോഷൻ വിളിക്കണം, അല്ലെങ്കിൽ ഇനോഗ്രേഷൻ വിളിക്കുന്നത് ഞാൻ ആഴത്തും നിർബന്ധം പിടിക്കാറില്ല. എന്നെ വിളിക്കുന്നതുകൊണ്ടാണ് ഞാൻ പോകുന്നത്. അപ്പോൾ ഇതിപ്പോൾ 2 ദിവസം കഴിഞ്ഞ് വേറൊരു കോളേജിൽ വിളിച്ചിട്ടുണ്ട്. നിങ്ങൾ എന്നെ പറയണം ഞാൻ ആ കോളേജിൽ പോകാതിരിക്കണോ? ഒരു എഞ്ചിനീയറിംഗ് കോളേജിലാണ് വിളിച്ചിരിക്കുന്നത്. ഞാൻ എപ്പോഴും അവരോട് പറയുന്നുണ്ട്, ഞാൻ വരണോ വേണ്ട, വന്നാൽ കൂടുതൽ വിവാദങ്ങൾ ഉണ്ടാവും, വേണ്ട. അപ്പോൾ അവർക്ക് അതാണ് ആവശ്യം. അപ്പം ഞാനെന്ത് പറയാനാണ്? അപ്പം ഞാൻ അങ്ങനെ അവരോട് ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? ഇത്തരം അവസ്ഥയിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഊഹിക്കാന്നുള്ളതല്ല. കാരണം ഒരു പരിപാടിയിൽ ഇന്നലെ പങ്കെടുത്തൊരു പരിപാടിയിലും വേറൊരു പരാതി ഉണ്ടായാൽ അവിടെയും കേസാണ്. മനസ്സിലായില്ലേ? അത്ര പബ്ലിക് പരിപാടിയാണത്. വിധിന്യായം അയച്ചു തരാം. അങ്ങനെ ഒരു എക്സെപ്ഷണൽ സർക്കംസ്റ്റാൻസ് ആയി കണ്ടുകൊണ്ട് മുകേഷ് നായർക്ക് ഞങ്ങൾ ജാമ്യം കൊടുക്കുന്നു എന്ന് കോടതി പറയുമ്പോൾ പിന്നെ എങ്ങനെയാണ് മാറ്റാൻ പറ്റുക? വേറെ നമ്മുടെ സർക്കാരിന് എതിരൊരു നിലപാട് എങ്ങനെ എടുക്കാൻ പറ്റുക? പക്ഷെ ഇതിലെ പ്രധാന പ്രശ്നം അവിടെയല്ല. അവിടെയാണ് മീഡിയക്കാർ അഡ്രസ് ചെയ്യേണ്ടത്. അങ്ങനെ ഒരു വാർത്ത വന്നു കഴിഞ്ഞാൽ ജീവിതകാലം മുഴുവൻ മുകേഷ് നായർ അൺടച്ചബിൾ ആയി തുടരണം. മുകേഷ് നായരെ പരിപാടിക്ക് വിളിക്കണം. ഇനി 2 ഇൻഫ്ലുവൻസേഴ്സിനെ വിമർശിച്ചുകൊണ്ട് ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇവർ ഈ ഇൻഫ്ലുവൻസേഴ്സിനിടയിലുള്ള കിടമത്സരങ്ങളും കൂടി ഇതിന് പ്രശ്നമാണ്. മുകേഷ് നായർക്ക് കൂടുതൽ ബ്രാൻഡ് അലോക്കേഷൻ കിട്ടുന്നു, കൂടുതൽ ശ്രദ്ധ കിട്ടുന്നു, കൂടുതൽ റീച്ചും വ്യൂസും കിട്ടുന്നു. അതുകൊണ്ട് ബാക്കി ചിലർക്ക് പ്രശ്നം. ഇദ്ദേഹത്തിനെതിരെ കേസ് കൊടുത്ത ഇൻഫ്ലുവൻസർ, അതുകൊണ്ട് പേര് പറയാനില്ല, അദ്ദേഹം വെളിയിൽ വരികയാണെങ്കിൽ പേര് പറഞ്ഞു, അദ്ദേഹവും പേഴ്സണലി പറയുകയും ചെയ്യാം. അദ്ദേഹവും ഇന്നലെ എന്നെ വിളിച്ചു. അദ്ദേഹം അവകാശപ്പെടുന്ന അദ്ദേഹത്തിനെതിരെ ഒരു വ്യാജ കേസ് ഉണ്ടെന്നാണ്. ഞാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നിങ്ങളെ നമ്മൾ സപ്പോർട്ട് ചെയ്യാം. ഇതിന്റെ പ്രശ്നം നമ്മൾ കോണ്ടന്റിൽ ഫൈറ്റ് ചെയ്യണം, അല്ലാതെ വ്യാജ കേസ് വെച്ച് ഫൈറ്റ് ചെയ്യണം. ഈ പണ്ട് മാമുക്കോയ സന്ദേശത്തിൽ പറയുന്നത് പോലെ ഏതെങ്കിലും ഒരുത്തൻ വളർന്നു വന്നുകൊണ്ടിരിക്കുമ്പോൾ അവനെ ഏതെങ്കിലും പെണ്ണ് കേസിൽപ്പെടുത്തി പരമാവധി ഇല്ലാതാക്കാം എന്നൊരു ആറ്റിറ്റ്യൂഡ് ഉണ്ടായിരുന്നു. അങ്ങനെ മിസ്യൂസ് ചെയ്ത് തുടങ്ങിയ പിന്നെ അവസാനം കുട്ടിക്കൽ രവീന്ദ്രന്റെ കേസിൽ എന്താ പറ്റിയെന്നറിയോ? വീട്ടുകാർ തമ്മിലുള്ള പ്രശ്നമാണ്. ഈ ആളുടെ ഐഡന്റിറ്റി ഡിസ്ക്ലോസ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഏത് ബന്ധുവാന്ന് പറയുന്നില്ല. ഇദ്ദേഹത്തിന്റെ ഭാര്യയുടെ ഒരു ബന്ധു ഈ വ്യക്തിക്കെതിരെ അവർക്ക് പണി കൊടുക്കാനായി കേസ് കൊടുക്കും. ഒരാളുടെ ജീവിതം തകരുകയാണ്, അവസരങ്ങൾ തകരുകയാണ്. മുകേഷ് ഇതിന് ഫൈറ്റ് ചെയ്യാൻ റെഡിയായി. മുകേഷ് കോൺഫിഡന്റ് ആയി ഫൈറ്റ് ചെയ്തു. അങ്ങനെ ഫൈറ്റ് ചെയ്യുന്ന കുറച്ച് ആൾക്കാരെ കണ്ടിട്ടുള്ളൂ. ഒരു വിജയബാബുവോ ഒരു നിവിൻ പോളിയോ ഉള്ള കുറച്ച് ആൾക്കാരെ ഫൈറ്റ് ചെയ്തുള്ളൂ. ബാക്കിയുള്ളവർ ചൂളിപ്പോവും, അവരിലേക്ക് തന്നെ ഒതുങ്ങും. ഇവരെല്ലാം ചെയ്യുന്ന വലിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. അതുകൂടെ പറഞ്ഞ് ഇങ്ങനെ ചോദ്യങ്ങളിലേക്ക് വെച്ചാൽ ഇങ്ങനെ ഇനിയും വ്യാജ കേസിന്റെ വിക്റ്റിമാണ് നിങ്ങളെങ്കിൽ ദൈവത്തെ ഓർത്ത് നിങ്ങൾ സംസാരിക്കുക, മിണ്ടാതിരിക്കരുത്. നമ്മുടെ അഡ്വക്കേറ്റ്സ് അടക്കം നമ്മളോട് വന്ന് പറയും ഒന്നും മിണ്ടരുത്, കോടതിയുടെ അപ്രീതി ഉണ്ടാവും. കോടതിയുടെ അപ്രീതി ഒന്നും ഉണ്ടാകാൻ പോണില്ല, ഇതൊരു സബ്ജുഡീസ് വിഷയമാണ്, അതിന്റെ പരിമിതികൾ എനിക്കറിയാം എന്ന് പറഞ്ഞ് നിങ്ങൾ സംസാരിച്ചാൽ മതി. ഞാൻ അഡ്വക്കേറ്റ് ആണ്, പുള്ളി ലോ പഠിക്കുന്ന ആളാണ്. സംസാരിച്ചില്ലെങ്കിലുള്ള പ്രശ്നം നിങ്ങളെ പലപ്പോഴും പൊതുസമൂഹം തെറ്റിദ്ധരിക്കും, നിങ്ങളെ പലപ്പോഴും നാട്ടുകാരെ തെറ്റിദ്ധരിക്കും. ഈ ഏതെങ്കിലും ഒരു കേസിൽ ക്ലോഷർ ഉണ്ടാകുമെന്ന് കേട്ടിട്ടുണ്ടോ? ഇതിനി അന്വേഷണം എന്ന് പറഞ്ഞാൽ കാലാകാലം പൊക്കോണ്ടിരിക്കും. ഇതിനി അന്വേഷണം എന്ന് പറഞ്ഞു. ഇനി എനിക്കെതിരെ ഇന്നലെ നമ്മുടെ എറണാകുളം പോലീസ് സ്റ്റേഷനിൽ വിളിച്ചിട്ടുണ്ട്. ഹണി റോസിന്റെ കേസിൽ എനിക്കെതിരെ അന്വേഷണം ഹാജരാകണമെന്ന് പറഞ്ഞു. അതായത് ഇന്നലെ നമ്മുടെ അനീഷ് ജോയ് അവിടുത്തെ എറണാകുളം കേസിൽ ഇന്നലെയാണ് എനിക്ക് ലെറ്റർ വന്നത്. 14 ദിവസം ഞങ്ങൾ അന്വേഷിക്കണേ. എന്തോന്ന് അന്വേഷിക്കാനാണ്? ഞാൻ TV ചാനലിൽ നിന്ന് ഹണി റോസിനെ കുറിച്ച് പറഞ്ഞ കാര്യം എന്നെ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് അന്വേഷിക്കാനാണ്. ഇതൊരു പ്രൊസീജിയർ പോലെ ഇങ്ങനെ കാലാകാലം ചടങ്ങ് പോലെ പോലീസുകാർ കൊണ്ടുപോകും. പോലീസുകാർക്ക് ഇതിനെതിരെ പറയാൻ പറ്റാത്ത അറിയോ? പോലീസുകാരോടൊക്കെ ഞാൻ പേഴ്സണലി സംസാരിച്ചുകൊണ്ട് പറയാം, മുകേഷ് നായരുടെ കേസിൽ പുള്ളി ഇന്നസെന്റ് ആണെന്ന് പോലീസുകാർക്ക് അറിയാം. എന്റെ കേസിൽ ഞാൻ ഇന്നസെന്റ് ആണെന്ന് പോലീസുകാർക്ക് അറിയാം. പക്ഷെ ഇന്നസെന്റ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീ വിരുദ്ധരാകും. ഇന്നസെന്റ് ആണെന്ന് പറഞ്ഞാൽ കണ്ടോ പുരുഷ മേധാവികൾക്ക് ചൂട്ടുപിടിക്കുന്നവരാകും. ഇന്നസെന്റ് ആണെന്ന് പറഞ്ഞാൽ പ്രശ്നമാവും. ഇല്ലെങ്കിൽ എന്ത് അന്വേഷിക്കാനാണ്? ഒന്ന് ആലോചിച്ചത്, പോലീസ് എന്ത് അന്വേഷിക്കും? ഓൾറെഡി ഉള്ള വീഡിയോയിൽ ഓൾറെഡി പ്രിലിമിനറി ഇവരുടെ സ്റ്റേറ്റ്മെന്റും കാര്യങ്ങളും എടുത്തു, കോടതിയിൽ പോയി. പോലീസ് എന്താ അന്വേഷിക്കാൻ പോണേ? ഞാൻ ഹണി റോസിനെ ഒരു ചാനൽ ചർച്ച ചെയ്യുന്നത്, ഒരു പ്രമുഖ ചാനലാണ്, ആ ചാനലിന്റെ ആൾക്കാർ ഇവിടെ കാണും. ആ ചർച്ചയിരുന്ന് ഞാനൊരു കാര്യം പറഞ്ഞു, ലൈംഗിക അധിക്ഷേപം നടത്തി. പോലീസ് എന്തോന്നാ അന്വേഷിക്കുന്നത്? എന്ത് അന്വേഷിക്കുന്നത് നിങ്ങൾ പറയണേ?
അപ്പം കുറെ മെനക്കെടുത്താനായിട്ട് ഞാൻ ദിവസം അയച്ച ചാനലിൽ പോയാൽ സംസാരിച്ചത്. എൻ്റെ വീഡിയോയിലാണ് പറഞ്ഞത് നിങ്ങളുടെ മൊബൈൽ ഫോൺ ഞങ്ങൾ പിടിച്ചെടുക്കുമെന്ന് പറയും. ഒരു 6-7 മാസം മൊബൈൽ ഫോൺ അവരുടെ കൈ വെച്ചിരിക്കും. ചീത്തയാക്കാതെ 6-7 മാസം ഒരു കവറിൽ പൊതിഞ്ഞ് വെച്ചേക്കും. ഞാൻ കോടതിയിൽ റിക്വസ്റ്റ് കൊടുത്ത് തിരിച്ചു മേടിക്കണം. മെനക്കെടുത്ത് എന്നൊരു പ്രോസസ്സ് അല്ലാതെ വേറെ ഒരു പ്രോസസ്സും ഇല്ല. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് പറഞ്ഞ് അവസാനിപ്പിക്കും. നിങ്ങളുടെ ചോദ്യങ്ങളിലേക്ക് പോകുമ്പോൾ എത്ര വ്യാജ കേസുകളായി കാണുന്നു ഒന്ന് ദയവായി ആലോചിക്കുക. നിവിൻ പോളിക്കെതിരെ വ്യാജ കേസ് വന്നത്, നമ്മുടെ വിജയബാബുവിനെതിരെ വ്യാജ കേസ് വന്നത്, ഉമ്മൻചാണ്ടി സാറിനെതിരെ വ്യാജ കേസ് വന്നത്. ഈ വ്യാജ പരാതി കൊടുത്ത ഒരു സ്ത്രീകൾക്കെങ്കിലും എതിരെ നടപടി എടുത്തു. ഒരു എക്സാമ്പിൾ വെച്ച് പറയാം. മുകേഷ് നായരുടെ കോടതി നാളെ വ്യാജ കേസാണെന്ന് പറയട്ടെ. നിവിൻ പോളിയുടെ വ്യാജ കേസാണെന്ന് പൂർണ്ണമായിട്ട് പോലീസുകാർ തന്നെ കണ്ടെത്തി റിപ്പോർട്ട് കൊടുത്തു. ആ വ്യാജ പരാതി കൊടുത്ത പെൺകുട്ടിക്കെതിരെ ഒരു നടപടി എടുത്തു. ആ വ്യാജ പരാതി കൊടുത്ത പെൺകുട്ടിക്കെതിരെ ഒരു റിപ്പോർട്ട് കൊടുത്തു, നടപടി എടുക്കുകയെങ്കിലും ചെയ്തു. തന്നെ 3 ദിവസം ദുബായിൽ വെച്ച് പീഡിപ്പിച്ചു എന്നാണ്, അല്ലെങ്കിൽ റേപ്പ് ചെയ്തു എന്നാണ് ആ പെൺകുട്ടി പരാതി കൊടുത്തത്. ആ സമയത്ത് നിവിൻ പോളി കൊച്ചിയിലായിരുന്നു. ആ കൊച്ചിയിലായ നിവിൻ പോളി ദുബായിൽ വെച്ച് ഈ പെൺകുട്ടിയെ റേപ്പ് ചെയ്തു എന്ന് പറഞ്ഞു. ഡിസംബർ 14, 15, 16 അവസാനം കൊച്ചിയിലാണ് തെളിഞ്ഞപ്പോൾ ആ പെൺകുട്ടി നിങ്ങളുടെ അടക്കം ചാനലിൽ വന്ന് ഒരു മടിയില്ലാതെ പറയുകയാണ് ഉറക്കപ്പിച്ചിൽ ഡേറ്റ് മാറിപ്പോയതാണ്. ആ പെൺകുട്ടിക്കെതിരെ നിവിൻ പോളി DGPക്ക് പരാതി കൊടുത്തു. ഞങ്ങൾ DGP ദർവേഷ് ഷാജ് സാറിനെ കാണാൻ പോയിരുന്നു. ഞങ്ങൾ ഇവിടുത്തെ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ ബഹുമാനപ്പെട്ട DGPയെ കാണാൻ പോയിരുന്നു. സാർ, ഈ വ്യാജ പരാതികൾക്കെതിരെ ഒരു ഫ്രെയിംവർക്ക് വേണം, നടപടി വേണമെന്ന് പറഞ്ഞു. പുള്ളി സ്നേഹത്തോടെ അനുഭാവത്തോടെയും കേട്ടു. അദ്ദേഹത്തിന്റെ കൈകളും ചങ്ങലയ്ക്ക് ഇഷ്ടപ്പെട്ടാണെന്ന് ഞങ്ങൾക്കറിയാം. കാര്യം പോലീസിന് ലിമിറ്റേഷൻ ഉണ്ട്. നിവിൻ പോളി പരാതി കൊടുത്തു, എന്തെങ്കിലും ആക്ഷൻ എടുത്തു. നിവിൻ പോളി എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാ ലെവലിനെ കാട്ടി കുറച്ചുകൂടെ വലിയ ലെവൽ നിൽക്കുന്ന സിനിമാ താരങ്ങളിലെ പ്രമുഖരാണ്. അപ്പൊ നിവിൻ പോളിക്കോ ഉമ്മൻചാണ്ടി സാറിനോ എൽദോസ് കുന്നപ്പള്ളിക്കെതിരെ 49 ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെട്ട ഒരു സ്ത്രീയാണ് എൽദോസ് കുന്നപ്പള്ളിക്കെതിരെ പരാതി കൊടുത്തിരിക്കുന്നത്. 49 ക്രിമിനൽ കേസ്. അപ്പോ ആണുങ്ങളെ കൈയും കാലും കെട്ടിയിട്ടിട്ട് നീന്താൻ പറയുകയാണ്. ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ ഒറ്റ കാര്യം ഓർക്കുക. നമ്മുടെ സഹോദരൻ, നമ്മുടെ മകൻ, നമ്മുടെ സുഹൃത്ത്, നമ്മുടെ അച്ഛൻ ജയിലിൽ നിന്ന് ഒരു വ്യാജ പരാതി അകലത്തിൽ മാത്രമാണ്. നിങ്ങളുടെയും എൻ്റെയും മകൻ, സഹോദരൻ, അച്ഛൻ, സുഹൃത്ത് ജയിലിൽ നിന്ന് ഒരു വ്യാജ പരാതി അകലത്തിൽ മാത്രമാണ്. നമ്മളിൽ ആർക്കും ആ പരാതി വരാം. അങ്ങനെ ഒരു പരാതി വന്നാൽ നമ്മുടെ സോഷ്യൽ ലൈഫ്, നമ്മുടെ ശമ്പളം, നമ്മുടെ ജീവിതം, നമ്മുടെ ബന്ധങ്ങൾ, നമ്മുടെ ബന്ധുക്കൾ, ഇവരിൽ നിന്നെല്ലാം നമ്മൾ പരിഹാസവും അവഗണനയും പുച്ഛവും ഒക്കെ ഏറ്റുവാങ്ങുകയും കണ്ട പോക്സോ കേസിലെ പ്രതിയാണ് അവൻ അച്ഛൻ എന്ന് പറയുകയും ചെയ്യും. ഇത് ഇന്നല്ലെങ്കിൽ നാളെ അവസാനിക്കണം. അവിടെയാണ് നമ്മൾ മുമ്പോട്ട് വെക്കുന്ന ഏക സജഷൻ, റൈറ്റ് ടു പ്രിവസി. ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി പറഞ്ഞതുപോലെ അക്യൂസ്ഡിനും ഉണ്ടാകണം. അതായത് ആരോപിതനും ഒരു റൈറ്റ് ടു പ്രിവസി ഉണ്ടാകണം. ആ കോടതി കുറ്റക്കാരനാണെന്ന് തെളിയുന്നത് വരെ ഇവരുടെ പേരും ഫോട്ടോയും ഉപയോഗം ചെയ്തത്. അഥവാ അങ്ങനെ ഉപയോഗിച്ചാൽ മുകേഷ് പറഞ്ഞതുപോലെ ഫോളോ അപ്പ് വാർത്തയും കൂടെ കൊടുക്കണം. ഇതിന് ഒരു ചാനലാണ് പ്രധാനമായിട്ട് കൊടുത്തത്, ബാക്കി ചാനലുകളൊന്നും കൊടുത്തില്ല. അതുകൊണ്ട് നിങ്ങൾ അറ്റ്ലീസ്റ്റ് കോടതി മുകേഷ് നായരെ അനുകൂലിച്ചെന്നെങ്കിലും ഒന്ന് കൊടുക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ ചോദ്യങ്ങളിൽ എനിക്ക് ഉറപ്പായ ഒരു കാര്യം, ഞാൻ നിരപരാധി ഉണ്ടായിരുന്നുകൊണ്ടാണ് ഞാൻ എല്ലാ കാര്യങ്ങളുമായിട്ട് അഡ്വക്കേറ്റിനെ സമീപിക്കുന്നു. അഡ്വക്കേറ്റ് ഞാൻ ഇവിടെ നാട്ടിൽ പോലും അല്ലായിരുന്നു. അഡ്വക്കേറ്റ് കോടതിയെ സമീപിച്ചു. കോടതി ആ തെളിവുകളുടെ, കാരണം വായിച്ചാണ്, രാഹുൽ വായിച്ചാണ് അത് കോടതി എന്തുകൊണ്ട് ജാമ്യം തന്നത്. അപ്പം പ്രൈമ ഫേസിലി നമ്മൾ ട്രാക്ഡ് ആയതുകൊണ്ടാണ്, ഫോൾസ്ലി അലീഗ്ഡും കൂടെ ആയതുകൊണ്ടാണ്. പിന്നെ അതിൽ ഉപരി പല കാര്യങ്ങളുണ്ട്. ഇത്രയും പബ്ലിക്കായിട്ട് നടക്കുന്ന ഒരു ഷൂട്ടിൽ നമുക്ക് ഒരു കേസ് അങ്ങനെ ഉണ്ടാവില്ല, അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാവില്ല. അതെല്ലാം കണക്കിലെടുത്തിട്ട് തന്നതാണ്. അപ്പം നമ്മൾ ഇവിടുത്തെ മന്ത്രി കോടതിയെ വെല്ലുവിളിക്കുന്നതിന് തുല്യമായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം കോടതി പോലും ഇത്രയും മെറിറ്റ് ഉള്ളതുകൊണ്ടാണ് ഒരു ബെയിൽ തന്നത്. അപ്പം അത്തരത്തിലുള്ള ഒരാളെ പ്രതി എന്ന് പറയാതെ കുറ്റാരോപിതൻ മാത്രമാണ്. അതാണ് എനിക്ക് പറയാനുള്ളത്. ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ. നമ്മളെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് പോലും കേസുണ്ട്. SNC ലാവൽ കേസ്. എത്ര വർഷം അദ്ദേഹത്തെ വേട്ടയാടി, മുഖ്യമന്ത്രിയെ വേട്ടയാടിയ കേസുണ്ട്. ഇന്ന് ഭരിക്കുന്ന മുഖ്യമന്ത്രിയെ, എഡ്യൂക്കേഷൻ മിനിസ്റ്റർ അദ്ദേഹം അസംബ്ലി കയറിയിട്ട് ഇതുപോലത്തെ ഒരു ഡൈസിന്റെ പുറത്ത് കയറി കഴിഞ്ഞാൽ ആ കേസ് പുള്ളിയെ വേട്ടയാടിയിട്ടുണ്ട്. ഒരുപാട് ഇത്രയും കേസുകളിലൊക്കെ പ്രതികളായിരുന്ന ആൾക്കാർ. അപ്പൊ ഇതൊക്കെ ഒരാളുടെ പേരിൽ ഒരു കേസ് ഉണ്ടാവുന്നത്, അത് എനിക്ക് ജീവിതത്തിൽ ആദ്യമായിട്ട് വന്ന കേസ് ഇതാണ്. എൻ്റെ ഒരു ക്രിമിനൽ കേസില്ല ചരിത്രത്തിൽ. എൻ്റെ പേരിൽ ആകെ 2 എക്സൈസ് പെറ്റി കേസുണ്ട്. അത് ഞാൻ ബാർ ഉദ്ഘാടനം ചെയ്തതിന് ഉള്ള കേസാണ്. കാരണം ബാർ ഉദ്ഘാടനം ചെയ്യുമ്പോൾ അങ്ങനെ ഉദ്ഘാടനം ചെയ്യാൻ പാടില്ലെന്നൊക്കെയാണ് എൻ്റെ നയമൊക്കെ. അപ്പോൾ ഉദ്ഘാടനം ചെയ്യുന്ന പേരിൽ 2 പെറ്റി കേസുകൾ ഒഴിച്ച്, എക്സൈസ് കേസുകൾ ഒഴിച്ച് വേറെ ഒരു ക്രിമിനൽ കേസുള്ള ഒരാളല്ല. ഫസ്റ്റ് ഓഫ് ഇറ്റ്സ് കൈൻഡ് ആണ് എൻ്റെ പേരിൽ ഒരു കേസ് വരുന്നത്, ഒരു ക്രിമിനൽ കേസ്. ആ ക്രിമിനൽ കേസ് എന്ന് പറഞ്ഞാൽ നല്ല ഗംഭീരമായിട്ടുള്ള പോക്സോ കേസ്. പക്ഷെ അതിൽ പോക്സോ കേസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ലൈംഗിക അതിക്രമം കാണിച്ചാണ് അല്ല. അത് പറയുന്നത് നമ്മൾ അവരുടെ സമ്മതമില്ലാതെ ഫോട്ടോയും വീഡിയോയും പകർത്തി ചെയ്ത് ഒരു ഗ്രൂപ്പ് ഓഫ് മോഡൽസിൻ്റെ ഇടയിൽ വരുന്ന ഒരു മോഡലിനോട് ഞാനത് അവരുമായിട്ട് വളരെ എന്താ പറയുക, എൻ്റെ കൈകാലം എത്തുന്ന ഡിസ്റ്റൻസിൽ പോലും അല്ല അഭിനയിച്ചിരിക്കുന്നത്. അതെല്ലാം വീഡിയോസ് പോലീസിനും ഒക്കെ ഉണ്ട്. കോടതി പരിശോധിച്ചാണ്. അതുകൊണ്ടാണ് എനിക്ക് ബെയിൽ കിട്ടിയത്. മനസ്സിലായില്ലേ? അത് കാണും. പക്ഷേ അമ്മ കൂടെ അതൊക്കെ ശരിയാണ്. പക്ഷെ എനിക്ക് ഇതിനെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ തുറന്ന് പറയണമെന്നുണ്ട്. പക്ഷെ പറയാൻ പറ്റില്ല. ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ വായും കൈയും കെട്ടിയിട്ടിരിക്കുകയാണ്. കാരണം ഈ ഒരു കേസ് നിലവിലുള്ളതുകൊണ്ട്. അല്ലെങ്കിൽ എനിക്ക് പച്ചയ്ക്ക് പലതും പറയാൻ പറ്റും. കേസിന്റെ വിധി വരട്ടെ. ഞാൻ പറയുന്നുള്ളത്, ഞാനിത് വെല്ലുവിളിയായിട്ട് ഇപ്പോഴും പറയുന്നു.
കേസിൽ ഞാൻ അപരാധിയാണെന്ന് കോടതി കണ്ടെത്തുകയാണെങ്കിൽ ആ മൊമെന്റിൽ ഞാൻ എൻ്റെ സോഷ്യൽ മീഡിയ ലൈഫ് ഇത്രയും മില്യൺ ഫോളോവേഴ്സ് ഉള്ള ആളാണ് ഞാൻ. എൻ്റെ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ്, പിന്നെ എനിക്ക് UAE ടിക്ടോക്ക്, ഇത്രയും IDs ഉള്ളതാണ്. ആ മൊമെന്റിൽ ഞാൻ ഡീആക്ടിവേറ്റ് ചെയ്യും. ഞാൻ എൻ്റെ സോഷ്യൽ മീഡിയ ലൈഫ് അവിടെ എൻഡ് ചെയ്യും. കാരണം എനിക്ക് അത്രയും കോൺഫിഡൻസ് ഉണ്ട്. ഐ ആം ഇന്നസെന്റ്, ഐ വിൽ പ്രൂവ് ഐ ആം നോട്ട് ഗിൽറ്റി എന്ന്. പിന്നെ നിയമത്തിൽ അത്രയ്ക്ക് കോൺഫിഡൻ്റ് ആയിട്ടുള്ള വിശ്വാസമുണ്ട്. ഞാൻ എപ്പോഴും പറയുന്ന ഒരൊറ്റ കാര്യമുള്ളൂ, നിയമത്തിന് ഒരു വലിയ പ്രത്യേകത ഉണ്ട്. 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടുണ്ട്, പക്ഷേ ഒരു നിരപരാധിയെ പോലും അത് ശിക്ഷിച്ച ചരിത്രം ഇതുവരെ ഇല്ല, എനിക്കറിയില്ല. അപ്പോൾ അത് ആ ഒരു ട്രസ്റ്റ് ഉള്ളത് കൊണ്ട് ഞാൻ എപ്പോഴും കോൺഫിഡൻ്റ് ആയിട്ട് പറയുന്നത് ഈ ഒരു കാര്യം തന്നെയാണ്. എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ